പത്രം തന്നെ ഒരു ബിസിനസ് ആയതുകൊണ്ട് ഈ ബിസിനസ്സുകാരെ സന്തോഷിപ്പിക്കാനും അവരുടെ പരസ്യം കൂടുതൽ കിട്ടാനും വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു അഭ്യാസമായിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഇപ്പോൾ കേരളീയർക്കുണ്ട്. പക്ഷേ ഒന്നാം പേജിൽ തന്നെ പരസ്യം വാർത്താ രൂപത്തിൽ അവതരിപ്പിച്ചാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ഇത് വായിച്ച ആളുകളാകെ അന്തം വിട്ടുപോയി. ഇത് പരസ്യമാണെന്ന് ഹിന്ദുവിൻ്റെ വായനക്കാരിൽ ബഹുഭൂരിപക്ഷം പേർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. ദേശാഭിമാനിക്ക് അങ്ങനെ ബിസിനസ് വാർത്തകൾ സ്വതന്ത്രമായിട്ട് കിട്ടാനുള്ള സംവിധാനമൊന്നുമില്ല. അവർ ഇംഗ്ലീഷ് പേപ്പർ നോക്കിയിട്ട് കോപ്പി അടിക്കുക ചെയ്യും. പക്ഷെ കോപ്പി അടിച്ചത് ഈ തെറ്റായ വാർത്തയായിരുന്നു. പിന്നെ ദേശാഭിമാനിയിൽ ഒന്നും ആരും സീരിയസ് ആയിട്ട് വായിക്കാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിച്ചില്ല. ആർക്ക് ജീവഹാനിയോ മാനഹാനിയോ ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ദുസ്ഥിതി എന്ന് പറയുന്നത് വാർത്താ രൂപത്തിൽ വരുന്ന പരസ്യങ്ങളാണ്. ഈ പത്രമാണെങ്കിലും ടെലിവിഷനാണെങ്കിലും ഒക്കെ പണം മുടക്കി ഇത് ഉപയോഗിക്കുന്ന ആളുകൾ കാണുന്നത് വാർത്താ രൂപത്തിലുള്ള പരസ്യങ്ങളാണ്. അല്ലെങ്കിൽ പലപ്പോഴും ഈ പത്രമാധ്യമങ്ങൾ ഇവർക്ക് മറ്റ് പല രീതിയിലും കിട്ടുന്ന ഈ അവിഹിതമായ സാമ്പത്തിക സ്വാധീനത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ മറ്റ് പല താല്പര്യങ്ങളുടെ പുറത്ത് പരസ്യങ്ങൾ വാർത്താ രൂപത്തിൽ അവതരിപ്പിക്കും. പ്രത്യേകിച്ച് ഈ ബിസിനസ് പേജ് നോക്കിക്കഴിഞ്ഞാൽ ചില പ്രധാനപ്പെട്ട മുതലാളിമാരുടെയൊക്കെ താല്പര്യങ്ങൾക്ക് ഇംഗിതങ്ങൾക്ക് ചില ബിസിനസ് ഗ്രൂപ്പുകളുടെ പ്രോഡക്റ്റ് വിറ്റുപോകുന്ന രീതിയിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് പിന്നെ മനസ്സിലാക്കാം, ബിസിനസ്സാണല്ലോ. പത്രം തന്നെ ഒരു ബിസിനസ് ആയതുകൊണ്ട് ഈ ബിസിനസ്സുകാരെ സന്തോഷിപ്പിക്കാനും അവരുടെ പരസ്യം കൂടുതൽ കിട്ടാനും വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു അഭ്യാസമായിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഇപ്പോൾ കേരളീയർക്കുണ്ട്. പക്ഷേ ഒന്നാം പേജിൽ തന്നെ പരസ്യം വാർത്താ രൂപത്തിൽ അവതരിപ്പിച്ചാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. അല്ലെങ്കിൽ വാർത്ത ആണെന്നുള്ള രൂപത്തിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പരസ്യം കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് ജനങ്ങളെ ഭയങ്കരമായിട്ട് കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ഒരു വാർത്ത ജെയിൻ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. വാർത്തയിലെ പരസ്യം അതിൽ ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് മനസ്സിലായി കണ്ടപ്പോൾ തന്നെ. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് മനസ്സിലായില്ല അത് ഒരു പരസ്യമാണ്. അതിൻ്റെ വാർത്താരൂപം ഈ രീതിയിലായിരുന്നു. തൊട്ടടുത്ത ദിവസം മുതൽക്ക് ആ മാസം 31-ാം തീയതി മുതൽക്കും അടുത്ത മാസം 1-ാം തീയതി മുതൽക്കും ഈ രാജ്യത്ത് പേപ്പർ കറൻസി ഇല്ലാണ്ടാവുന്നു, പിന്നെ ഡിജിറ്റൽ കറൻസി മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നായിരുന്നു. പക്ഷേ അതിൻ്റെ അടിയിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യമാണെന്ന് വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു. ഇത് മനോരമയിൽ വായിച്ച് മാതൃഭൂമിയിൽ വായിച്ച് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചു. അവർ വിചാരിച്ചത് യഥാർത്ഥത്തിൽ ഈ പേപ്പർ കറൻസി ഇല്ലാണ്ടാവുന്നു, രൂപ നോട്ടിന് ഇനി വില ഉണ്ടാകില്ല എന്ന് കരുതി ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രായാധിക്യം വന്നവർക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടായി. അതാണ് ഈ തെറ്റിദ്ധാരണജനകമായ വാർത്തകളുടെ ഒരു രീതി. ഇപ്പോൾ ഇത് പറയാൻ കാര്യം, ഇപ്പോൾ ഇത് ഓർക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഏകദേശം ഒരു 7 മണി സമയത്ത് എൻ്റെ കക്ഷിയായ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ, വെറും ഉദ്യോഗസ്ഥനൊന്നുമല്ല, അദ്ദേഹം ലഫ്റ്റനൻറ്റ് കേണൽ റാങ്കിൽ ജോലി ചെയ്യുന്ന ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. കാലത്ത് എനിക്ക് വാട്സപ്പിൽ ഒരു പടം അയച്ചു. അതിൻ്റെ മാസ്റ്റർ ഹെഡ് കൃത്യമാണ് ഹിന്ദുവിൻ്റെ മാസ്റ്റർ ഹെഡാണ്. പക്ഷേ അടിയിൽ കാണുന്നത് മലയാളമാണ്. അപ്പോൾ പുള്ളി എനിക്ക് അയച്ച ഇതിനടിയിൽ അടിക്കുറിപ്പ് ഹിന്ദു പത്രം മലയാളത്തിലേക്ക് മാറ്റിയെന്ന് തോന്നുന്നു. 1-ാം പേജിൽ കാണുന്ന കാഴ്ചയാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് കൗതുകമൊന്നും, ഞാൻ വിചാരിച്ച് വല്ലൊരു ഇത് ട്രോളായിട്ട് ഇറക്കിയതായിരിക്കുന്നത്. പക്ഷേ അത് അടിയിലേക്ക് നോക്കി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഒന്നാമത് ഇതിൻ്റെ ഇടത്ത് വശത്ത് കേരള സർക്കാരിൻ്റെ എമ്പളത്തോടി ചെറിയൊരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇത് സർഗാത്മകമായൊരു പരസ്യ സൃഷ്ടിയാണ് എന്നാണ്. കേരള സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാക്കിയ ഒരു പരസ്യമാണ്. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പരസ്യം രൂപകൽപ്പന ചെയ്ത് അത് വാർത്താ രൂപത്തിൽ 1-ാം പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. പത്രം ഹിന്ദുവാണ്. പൊതുവേ വിശ്വാസ്യതയ്ക്ക് പേര് കേട്ട ഒരു പത്രമാണ് ഹിന്ദു. പണ്ട് കാലത്ത് ആളുകൾ ഏത് വാർത്തയും ഹിന്ദുവിൽ വന്നാലേ വിശ്വസിക്കുമായിരുന്നു. കാരണം ഹിന്ദുവിൽ വരുന്ന വാർത്ത ഒരിക്കലും തെറ്റാവുകയില്ല, അത് ശരിയായിരിക്കും, അതിന് മീതെ വേറെ ശരി ഉണ്ടാകുകയില്ല എന്നാണ് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസം. അങ്ങനെയുള്ള പത്രത്തിൻ്റെ 1-ാമത്തെ പേജിലാണ് ഇതുപോലെ മലയാളത്തിൽ വാർത്തകൾ വരുന്നത്. അതുമാത്രമല്ല അതിൻ്റെ അടിയിൽ വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് 10 കൊല്ലം മുമ്പ് കേരള സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് എന്ന്. അകത്തെ പേജിലേക്ക് മറിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എനിക്ക് മനസ്സിലായപ്പോഴത്തേക്കും ഈ പട്ടാള ഉദ്യോഗസ്ഥൻ അടുത്ത പേജ് അയച്ചു വന്നു. അവിടെയും സ്ഥിതി ഇത് തന്നെയാണ്. ഹിന്ദു പത്രത്തിനകത്ത് മറ്റൊരു വാർത്ത, മറ്റൊരു പേജ് ഇതുപോലെ മലയാളത്തിൽ. എന്താ സംഭവം നോക്കുമ്പോൾ 1-ാം പേജിൽ വന്ന അതേ വാർത്തകളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന കേരളത്തിലെ വാർത്തകൾ. പവർ കട്ട് രൂക്ഷമാകും, ഇപ്പോഴത്തെ വെളിച്ച വിപ്ലവം വിജയിച്ചു. ഇങ്ങനെ ഓരോ വാർത്തയ്ക്കും ബദലായിട്ട് അതേ സ്ഥലത്ത് അതേ രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇത് വായിച്ച ആളുകളാകെ അന്തം വിട്ടുപോയി. ഇത് പരസ്യമാണെന്ന് ഹിന്ദുവിൻ്റെ വായനക്കാരിൽ ബഹുഭൂരിപക്ഷം പേർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്.
അപ്പോൾ ആ നിലയിലാണ് ഈ തെറ്റിദ്ധാരണജനകമായ പരസ്യം കൊടുത്തത്. ഇത് പരസ്യമാണ് എന്നുള്ളത് അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ നിലയ്ക്ക് പിണറായി വിജയൻ്റെ കാലത്തും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അഥവാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കീഴിൽ സംസ്ഥാനം കൈവരിച്ച വമ്പിച്ച പുരോഗതി അത് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റുകാർ തയ്യാറാക്കിയ ഒരു പരസ്യമാണിത്. ഇത് വലിയ അമ്പരപ്പും ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി. ഇത് മനോരമയിലോ മാതൃഭൂമിയിലോ എങ്ങാണ്ട് വന്നെങ്കിൽ ആശയക്കുഴപ്പം വർദ്ധിച്ചാൽ. ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാൻ ഇന്ത്യ വിഷൻ ചാനലിൽ വാരാന്ത്യം അവതരിപ്പിച്ചിരുന്ന കാലത്ത് ഇതുപോലെ ഒരു കുസൃതി ഒരു ദിവസം ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്നു. പത്രം ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഹിന്ദു അല്ല, ഇന്ത്യൻ എക്സ്പ്രസ്സും അല്ല, ഡെക്കാൻ ക്രോണിക്കിൾ പോലെയോ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ പോലെ ഏതൊരു പേപ്പറിലാണ്. അതിൽ ഒരു പേജ് നിറയെ പരസ്യമല്ല, ശരിക്കും ഉള്ള പേജ് തന്നെയാണ്. ഒരുപാട് വാർത്തകൾ, വളരെ പഴയ വാർത്തകൾ, 10 കൊല്ലം മുമ്പ് ഉള്ള വാർത്തകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചു. അതിൽ ഒരു വാർത്ത ഇൻകമ്മിങ് കോൾ ഫ്രീ ആവുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനും ഇത് പത്രത്തിൽ കണ്ടു. ഇംഗ്ലീഷ് പേപ്പർ മറിക്കുമ്പോൾ ഇൻകമ്മിങ് കോൾസ് ഫ്രീ ആവുന്നു, സെൻസെക്സ് 3000 പോയിൻ്റ് കടക്കും എന്നുകൊണ്ട് വാർത്ത. അപ്പോൾ സെൻസെക്സ് 3000 ഒക്കെ കഴിഞ്ഞ് 5000-ന് മുകളിൽ എത്തിയല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ ബിസിനസ് പേജ് നമ്മളങ്ങനെ താല്പര്യപ്പെട്ട് വായിക്കാവുന്ന ആളല്ലാത്തതുകൊണ്ട് അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഇൻകമ്മിങ് കോൾസ് ഫ്രീ ആവും എന്നൊരു വാർത്തയുണ്ട്. ഞാൻ വിചാരിച്ചു ഇൻകമ്മിങ് കോൾ ഫ്രീ ആണല്ലോ, അത് ഫ്രീ ആയിട്ട് ഒരുപാട് കാലമായല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അതവിടെ അവസാനിച്ചു. പിറ്റേ ദിവസം ഇതിൽ തമാശയൊന്നുമല്ല, പിറ്റേ ദിവസം ഇതേ വാർത്ത ദേശാഭിമാനിയിൽ വന്നു. ദേശാഭിമാനി സീരിയസ് ആയിട്ട് ആ വാർത്ത അച്ചടിച്ചു. ഇൻകമ്മിങ് കോളുകൾ ഫ്രീ ആവും, രാജ്യത്ത് ഈ വർഷം മുതൽക്ക് ഇൻകമ്മിങ് കോൾ ഫ്രീ ആവും എന്ന വാർത്ത ദേശാഭിമാനിയിൽ വെച്ചപ്പോൾ പാർട്ടി സഖാക്കൾക്ക് പോലും തോന്നി ഇതിൽ എന്തോ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ, ഇൻകമ്മിങ് കോൾ ഫ്രീ ആയിട്ട് വളരെ കാലമായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തപ്പിപ്പിടിച്ച് വന്നപ്പോൾ ഈ വാർത്ത എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ തലേ ദിവസം ഇംഗ്ലീഷ് പേപ്പർ നോക്കിയിട്ട് ദേശാഭിമാനി പകർത്തിയതാണ്. ദേശാഭിമാനിക്ക് അങ്ങനെ ബിസിനസ് വാർത്തകൾ സ്വതന്ത്രമായിട്ട് കിട്ടാനുള്ള സംവിധാനമൊന്നുമില്ല. അവർ ഇംഗ്ലീഷ് പേപ്പർ നോക്കിയിട്ട് കോപ്പി അടിക്കുക ചെയ്യുക. പക്ഷേ കോപ്പി അടിച്ചത് ഈ തെറ്റായ വാർത്തയുമല്ല, അകത്തെ പേജിൽ വേറൊരു വാർത്തയും കൂടി ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ പേജ് വായിച്ചോ, അതിൽ കാണുന്ന വാർത്തകളൊക്കെ 10 കൊല്ലം മുമ്പ് ഈ രാജ്യത്തുണ്ടായിരുന്നവയാണ്. ഇപ്പോൾ സ്ഥിതി വളരെ മാറിയിരിക്കുന്നു, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു കുസൃതി കാണിച്ചത് എന്ന അടുത്ത പേജിലുണ്ടായിരുന്നു. ദേശാഭിമാനിയിലെ പാർട്ടി സഖാവ് ദൈവവിരുദ്ധം കൊണ്ട് അത് കണ്ടില്ല. അദ്ദേഹം ഇത് മാത്രമേ കണ്ടുള്ളൂ. പുള്ളിയൊക്കെ ഇപ്പോൾ വിപ്ലവകരമായൊരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇൻകമ്മിങ് കോൾ ഫ്രീ ആകുമ്പോൾ ആ വാർത്ത അതേപടി എടുത്ത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചു. പിന്നെ ദേശാഭിമാനിയിലൊന്നും ആരും സീരിയസ് ആയിട്ട് വായിക്കാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും സംഭവിച്ചില്ല. ആർക്കും ജീവഹാനിയോ മാനഹാനിയോ ഒന്നും സംഭവിച്ചില്ല, സ്വത്ത് നാശവും സംഭവിച്ചില്ല എന്ന് കരുതി നമുക്ക് വേണമെങ്കിൽ സമാധാനിക്കാം.